ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 9ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ബയോളജിയിൽ ഈ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നോക്കുന്നത്. ഓണപരീക്ഷയ്ക്ക് എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം 9ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇപ്രാവശ്യം മുതൽ പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, പുതിയ സിലബസിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ആദ്യത്തേത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നതെന്നും അതിൻ്റെ എല്ലാ ചോദ്യോത്തരങ്ങളും നമുക്ക് നോക്കാം. ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ 2024-25 ബയോളജി ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതായത് 50 minutes is given as school of time. You may use the time to read the questions and to plan your answer and read the questions carefully and answer the questions. Keep in the mind score and time while answering the questions. അതായത് 15 മിനിറ്റ് എന്ന് പറഞ്ഞത് എന്താ, നന്നായി ചോദ്യം വായിച്ച് മനസ്സിലാക്കാനുള്ളതും ഏതെല്ലാം ചോദ്യങ്ങളാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പ്ലാൻ ചെയ്യാനുള്ള സമയമാണ്. Then answer any 5 questions from 1 to 6. Each questions carry 1 score. അതായത് 1 മുതൽ 6 വരെയുള്ളതിൽ കൂട്ടുകാർക്ക് ഏറ്റവും അറിയാവുന്ന 5 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ഓരോ ചോദ്യത്തിനും 1 മാർക്ക് വീതമാണ് ഉണ്ടാവുക. First question. In plants, glucose formed as a result of photosynthesis is stored as starch. Analyze the statement and give reason. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റായിട്ട് റീസൺ തരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അത് എഴുതാനാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, എ സ്റ്റേറ്റ്മെൻറ്റ്, ഗ്ലൂക്കോസ് ഈസ് ഇൻസൊലബിൾ ഇൻ വാട്ടർ ബട്ട് സ്റ്റാർച്ച് ഈസ് soluble in water. Both glucose and starch are insoluble in water. Glucose is soluble in water, but starch is insoluble in water. Both glucose and starch are soluble in water. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ? സി ആണ്. ഗ്ലൂക്കോസ് ഈസ് സൊല്യൂബിൾ ഇൻ വാട്ടർ ബട്ട് സ്റ്റാർച്ച് ഈസ് ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ സ്പ്ലീൻ പോട്ട് മാരോ ദ തൈമസ് ഗ്ലാൻഡ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ട് സിസ്റ്റം. ഏത് സിസ്റ്റത്തിലാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ലിംഫാറ്റിക് സിസ്റ്റത്തിലാണ്. ദെൻ സി ക്വസ്റ്റ്യൻ. Then C അടുത്തത്, complete A and B appropriately in the given flowchart showing the formation of vitamins from glucose in plants. അതായത് എന്താണ്, ഗ്ലൂക്കോസിൽ നിന്ന് വിറ്റാമിൻസ് ആകുന്ന ആ ഫ്ലോ ചാർട്ടിൽ എയും ബിയും എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എ എന്താണ്? സ്റ്റാർച്ച് ആണ്. ദെൻ ബി സുക്രൂസ് ആണ്. ദെൻ ഫോർത്ത് വൺ, ഐഡൻറ്റിഫൈ ദ വേർഡ് റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക് സ്യൂട്ടബിളി. അതായത് വേർഡ് റിലേഷൻ മനസ്സിലാക്കിയിട്ട് അത് സ്യൂട്ടബിൾ ആയിട്ട് ഫിൽ ചെയ്യാനാണ്. ദെൻ കൺട്രാക്ഷൻ ഓഫ് വെൻട്രിക്കിൾസ് എന്ന് പറയുന്നത് വെൻട്രിക്കുലർ സിസ്റ്റോൾ ആണ്. ദെൻ റിട്ടേൺ ടു ദ പ്രീവിയസ് സ്റ്റേറ്റ് ഓഫ് ആർട്ടറി ആൻഡ് വെൻട്രിക്കിൾ, ജോയിൻറ്റ് ഡിയാസ്റ്റോൾ ആണ്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. അനലൈസ് ദ ഇൻഡിക്കേറ്റർ ഗിവൺ ഇൻ ദ ബോക്സ് ആൻഡ് ഐഡൻറ്റിഫൈ ദ പാർട്ട്. അപ്പോൾ അതായത് ഈ ഇൻഡിക്കേറ്റേഴ്സ് മനസ്സിലാക്കിയിട്ട് അത് ഏത് പാർട്ടാണെന്ന് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ, ലൊക്കേറ്റഡ് ഇൻ ദ വാൾ ഓഫ് റൈറ്റ് എർട്രിയം പ്രൊഡ്യൂസസ് ദ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് നെസസറി ഫോർ ദ കൺട്രാക്ഷൻ ഓഫ് ഹാർട്ട് ചേമ്പേഴ്സ്. ഏതാണ്? ഇത് മനസ്സിലായി. നമുക്ക് പേസ് മേക്കർ ആണ്. നമ്മളതിന് എന്തൊക്കെ പറയും? പേസ് മേക്കറിന് സൈനോആർട്ടിയൽ നോഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ദെൻ സിക്സ്ത്, ഫൈൻഡ് ഔട്ട് ദ ഫംഗ്ഷൻ ഓഫ് ലിവർ ഫ്രം ദ ഫോളോയിങ്. ഇതിൽ നിന്ന് ലിവറിൻ്റെ ഫംഗ്ഷൻ ഏതാണെന്ന് മനസ്സിലാക്കാനാണ്. ഏതാണ്? ബ്രേക്സ് ഫാറ്റ് ഇൻ ടു സ്മോൾ പാർട്ടിക്കിൾസ് എന്നതാണ്. ഇനി അടുത്തത്, ആൻസർ ഇൻ ഈ 6 ക്വസ്റ്റ്യൻസ് ഫ്രം 7 to 13. 7 മുതൽ 13 വരെയുള്ളതിൽ ഏതെങ്കിലും 6 ചോദ്യത്തിന് ഉത്തരം എഴുതുക. ദെൻ 7th ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ ഫങ്ഷൻസ് ഓഫ് ഗിവൺ പാർട്സ് ഇൻ ദ പ്രോസസ് ഓഫ് സ്വാലോയിങ്. അതായത് സ്വാലോയിങ് ചെയ്യുന്ന പ്രോസസ്സിൽ ഉള്ള പാർട്സ് 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. എപ്പിഗ്ലോട്ടിസും ഒവിയോളയും. അതിൻ്റെ ഫങ്ഷൻസ് എഴുതാനാണ്. എന്താണ് എപ്പിഗ്ലോട്ടിസിൻ്റെ? പ്രിവെൻറ്റ്സ് ദ എൻട്രി ഓഫ് ഫുഡ് ഇൻ ടു ട്രക്കിയയിലേക്ക് എൻട്രി ചെയ്യാണ്ട് പ്രിവെൻറ്റ് ചെയ്യുന്നതാണ് എപ്പിഗ്ലോട്ടിസ്. ദെൻ അടുത്തത്, ക്ലോസസ് ദ നേസൽ കാവിറ്റി ആൻഡ് പ്രിവെൻറ്റ്സ് ദ എൻട്രി ഓഫ് ഫുഡ്. അതായത് ക്ലോസസ് നേസൽ കാവിറ്റിയെ അടക്കാൻ സഹായിക്കുന്നതാണ്. അങ്ങനെയാണ്. ഇനി അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട്, raw leaf cells which are placed in the concentrated salt solution and pure water are given below. Observe them and answer follow. അതായത് എയും ബിയും എന്ന് കൊടുത്തിട്ടുണ്ട്. in which solution are cells A, B placed? ഏത് സൊല്യൂഷനിലാണ്? എ എന്ന് പറയുന്നതിൻ്റെ സൊല്യൂഷൻ വന്നിട്ട് ഫ്രഷ് വാട്ടർ ആണ്, ഫ്രഷ് വാട്ടർ സൊല്യൂഷൻ. ദെൻ ബിയിൽ വന്നിട്ട് കോൺസെൻട്രേറ്റഡ് സാൾട്ട് സൊല്യൂഷൻ ആണ്. ഇനി ഗിവ് റീസൺസ് ഫോർ ദ ചേഞ്ച് ഇൻ ദ സെൽ ബി. അതായത് നമ്മൾ സെൽ ബി നോക്കുകയാണെങ്കിൽ അതിലുള്ള റീസൺസ്, അതിൻ്റെ ചേഞ്ച് ആവാനുണ്ടായിട്ടുള്ള റീസൺ എന്തൊക്കെയാണ്? ഡ്യൂ ടു ദ ലോ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ഇൻ ദ സോൾട്ട് സൊല്യൂഷൻ, വാട്ടർ ഫ്ലോസ് ഔട്ട് ഓഫ് വൺ സെൽ വിച്ച് ഗ്രാജുവലി ഡിക്രീസസ് വാട്ടർ ഇൻസൈഡ് ദ സെൽ കോസിങ് protoplasm shrunk inward away from the cell wall.
Then 9th question, observe the illustration and answer to the questions. അതായത് ഈ ഇല്ലുസ്ട്രേഷൻ നിരീക്ഷിച്ചതിന് ശേഷം അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. Then a question, identify the digestive process given in the illustration. In which part does this process takes place? അതായത് ഈ ഇവിടെ തന്നിരിക്കുന്ന ഇല്ലുസ്ട്രേഷനിലുള്ള ഡൈജസ്റ്റീവ് പ്രോസസ്സിൻ്റെ പാർട്ട് ഏതാണ് സെഗ്രിമെൻറ്റേഷൻ ആണ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ വഴിയാണ്. അതുപോലെ തന്നെ ബി ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദിസ് പ്രോസസ് ഇനേബിൾ ദ മെക്കാനിക്കൽ ഡൈജഷൻ ഓഫ് ഫുഡ്? എങ്ങനെയാണ്? ഹെൽപ്പ് ടു ഫെസിലിറ്റേറ്റ് ദ മൂവ്മെൻറ്റ് ഓഫ് ഫുഡ് ആൻഡ് മിക്സ് ഫുഡ് വിത്ത് ഡൈജസ്റ്റീവ് ജ്യൂസസ്. Then 10th question, complete the illustration as shown in the model using the biomolecule given in the box. അതാണ് പറയുന്നത് DNA, enzyme, circuits, RNA, സ്റ്റാർച്ച്, ആൻറ്റിബോഡി ഓയിൽസ്. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതായത് ഒരു മോഡലായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് ന്യൂക്ലിയേറ്റഡ് ആസിഡ്സ്, DNA, RNA എന്ന്. ഇനി അതുപോലെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ എന്നതിനെ ഇതുപോലെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിൽ എന്താണ് വരിക? സ്റ്റാർച്ചും അതുപോലെ തന്നെ സുക്രോസും ഒക്കെയാണ് വരുന്നത്. ദെൻ അടുത്തതിൽ എന്താ വരിക? തേർഡിൽ പ്രോട്ടീനിൽ എന്താണ് വരുന്നത്? ആൻറ്റിബോഡി അല്ലെങ്കിൽ എൻസൈംസ്, അല്ലെങ്കിൽ ഫോർത്തിൽ എൻസൈംസും ആൻറ്റിബോഡി. Then അടുത്തത് 11th question, choose the statement that are applicable only to the facilitated diffusion from the given options. അതായത് താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതൊക്കെയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷന് മാത്രമായിട്ട് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് എന്ന് തിരഞ്ഞെടുത്തിട്ട് എഴുതാനാണ്. അപ്പോൾ ദിസ് പ്രോസസ് ടേക്സ് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എനർജി ട്രാൻസ്പോർട്ട് സബ്സ്റ്റൻസസ് ടേക്സ് ഫ്രം എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ. Then at the transport of water molecules through plasma membranes takes place by this process. This process takes place with the help of either channel protein of carrier protein or carrier protein. അപ്പോൾ ഇതിൽ ഏതാണ് ഓൺലി ടു അപ്ലിക്കബിൾ ഡിഫ്യൂഷൻ, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷന് മാത്രം അപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസസ് ടേക്സ് പ്ലേസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ആൻഡ് ദിസ് പ്രോസസ് ടേക്സ് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് either channel proteins or carrier proteins. Then 12th question ആണ്, complete the given table suitably. അതായത് താഴെ കൊടുത്തിരിക്കുന്ന ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. മെക്കാനിക്കൽ ഡൈജഷനും കെമിക്കൽ ഡൈജഷനും. അവിടെ അവിടെ എന്താ വരിക? സ്റ്റൊമക്ക്. മെക്കാനിക്കൽ ഡൈജഷനിൽ ദ സ്ട്രോങ് പെരിസ്റ്റാൾസിസ് ഇൻ ദ സ്റ്റൊമക്ക് കൺവേർട്ട് ഫുഡ് ഇൻ ടു എ പേസ്റ്റ് ഫോം. ദെൻ ബി എന്ന് പറയുന്നത് എന്താണ്? കെമിക്കൽ ഡൈജഷൻ, മൗത്ത്, ടീത്ത് ഹെൽപ്പ് ഇൻ ദ ചൂയിങ് ഓഫ് ഫുഡ്. ആൻഡ് കെമിക്കൽ ഡൈജഷനിൽ എന്താണ് വരുന്നത്? ഡൈജഷൻ ഓഫ് സ്റ്റാർച്ച് ബിഗിൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെലൈവറി അമിലേസ് ഓഫ് സെലൈവ. Then 13th question, all life signs are manifested by many concentrative and destructive process taking place inside the cell. Explain this statement with the help of examples. അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് എക്സാമ്പിൾ സഹിതം ഹെൽപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താ എഴുതാം? the sum of total chemical reactions takes place in an organism is known as metabolism. Then the constructive process is known as anabolism, example photosynthesis, and destructive process known as catabolism, example protein breaks down into amino acids during digestion process. Then ഇനി അടുത്തത് answer any 5 from questions 40 to 20. Each questions carry 3 scores. 14th, analyze the given illustration related to the absorption of nutrients in the small intestine and answer the questions. അതായത് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എന്താണ് ഈ ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുന്നത്? അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസിനെ കുറിച്ചിട്ടുള്ളതാണ്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ദെൻ ലിവർ, വെയിനക്കവ, ഹാർട്ട്. ഇവിടെ എയും ബി എന്ന് കൊടുത്തിട്ടുണ്ട്. എ ക്വസ്റ്റ്യൻ, നെയിം ദ ബ്ലഡ് വെസൽസ് എ ആൻഡ് ബി. അതായത് എയും ബിയും ഉള്ള ബ്ലഡ് വെസൽസ് ഏതൊക്കെയാണ്? പോർട്ടൽ വെയിനും ഹെപ്പാറ്റിക് വെയിനുമാണ്. അപ്പോൾ എ പോർട്ടൽ വെയിൻ, ബി ഹെപ്പാറ്റിക് വെയിൻ. ദെൻ ബി, സം ഓഫ് ദ ന്യൂട്രിയൻസ് അബ്സോർബ് ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ റീച്ച് ഹാർട്ട് നോട്ട് ത്രൂ ദ സെയിം പാത്ത് ആസ് ഷോൺ ഇൻ ദ ഇല്ലസ്ട്രേഷൻ. ഇവാലുവേറ്റ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അത് ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഫാറ്റി ആസിഡും ഗ്ലിസറോളും അബ്സോർബ്സ് ത്രൂ ലാറ്ററൽ ഓഫ് വില്ലസ് ആർ ട്രാൻസ്പോർട്ടഡ് ത്രൂ ലിംഫ് വെസൽസ് ടു ദ ഹാർട്ട്. ഓക്കെ. ദെൻ 15th ചോദ്യമാണ്, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സബ് ടോപ്പിക്സ് ഫോർ എ സെമിനാർ ബേസ്ഡ് ഓൺ ദ ടോപ്പിക് പ്ലാന്റ്സ് ദ പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ.
അതായത് അവിടെ കൊടുത്തിട്ടുണ്ട് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാന്റ്സ്, എക്കോളജിക്കൽ സർവീസ് ഓഫ് മാംഗ്രോവ്സ്, പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഓഷ്യൻ എക്കോസിസ്റ്റം, ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ എല്ലാം വെച്ചുകൊണ്ടൊരു ഷോർട്ട് നോട്ടാണ്. അപ്പോൾ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാന്റ്സ് എന്നതിൽ ലാട്രക്സ് ഫ്രം റബ്ബർ ആൻഡ് സ്പീഷ്യസ്, ക്ലോവ്സ്, കാർഡമൺ, പെപ്പർ. ദെൻ മെഡിസിൻസ് ആയിട്ട് നമുക്ക് അലോവേറ, തുളസി. ബയോ പെസ്റ്റിസൈഡ്സ് ആയിട്ട് നീം, ഗാർലിക്. ഡ്രിങ്ക്സ് ആയിട്ട് കോഫി, ടീ. എക്കോളജിക്കൽ സർവീസ് ഓഫ് മാംഗ്രോവ്സ് എന്താണ്? സോഴ്സ് ഓഫ് ഫിഷ് വെൽത്ത്, എ സ്റ്റോർ ഹൗസ് of biodiversity, conservation of coastal soil, defense against global warming by absorbing 4-5 times more carbon dioxide compared to evergreen forest, prevents tsunami to some extent, producers of oceans ecosystem and phytoplankton, algae and water plants. Then അടുത്തത് 16ാമത്തേത് ടാബ്ലേറ്റ് ദൂസ് ഗിവൺ ഇൻ ദ ബോക്സ് അപ്രോപ്രിയേറ്റ്ലി. അതായത് ലൈറ്റ് ഫ്രേസും ഡാർക്ക് ഫ്രേസും ഉണ്ട്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ ബോക്സിലും അത് കറക്റ്റായിട്ട് എഴുതാനാണ്. അതായത് ടേക്സ് പ്ലേസ് സ്റ്റോമ, അതായത് സ്റ്റോമയിൽ ടേക്സ് പ്ലേസ് ചെയ്യുന്നത് ഡാർക്ക് ഫ്രേസ് ആണ്. അപ്പോൾ ഡാർക്ക് ഫ്രേസിൻ്റെ അവിടെ എഴുതുക. ഓക്സിജൻ ഈസ് ഗിവൺ ഔട്ട്, അത് ലൈറ്റ് ഫ്രേസ് ആണ്. ഗ്ലൂക്കോസ് ഈസ് സിന്തസൈസ്ഡ്, അത് ഡാർക്ക് ഫ്രേസ് ആണ്. ടേക്സ് പ്ലേസ് ഇൻ ഗ്രാന, അത് ലൈറ്റ് ഫ്രേസ് ആണ്. ATP ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ലൈറ്റ് phrase, then light is not used, dark phase. അപ്പോൾ ഇങ്ങനെയാണ് രണ്ടിലും എഴുതേണ്ടത്. Then 17th question, blood pressure test results of individuals P and Q are given in the graph. അതായത് P and Q എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലഡ് പ്രഷർ BP റിസൾട്ട് ആണ് ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ കൊടുത്തിരിക്കുന്നത് ഈ ഗ്രാഫിൽ. ഒബ്സർവ് ഇറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അതായത് നിരീക്ഷിച്ചതിന് ശേഷം അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അതായത് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഡാർക്ക് കളർ എന്താണ്? ലൈറ്റ് കളർ സിസ്റ്റോളിക് പ്രഷറും ഡാർക്ക് കളർ ഡയാസ്റ്റോളിക് പ്രഷറുമാണ്. ദെൻ എ ക്വസ്റ്റ്യൻ, ഹൂ എമംഗ് ദം ഹാസ് എ നോർമൽ ബ്ലഡ് പ്രഷർ ആൻഡ് വാട്ട് ഈസ് ദ ബേസിക്സ് ഓഫ് യുവർ ഫൈൻഡിങ്സ്? അതായത് ആർക്കാണ്? ഇൻഡിവിജ്വൽ ക്യൂവിനാണ്. നോർമൽ ബ്ലഡ് പ്രഷർ ഓഫ് എ ഹെൽത്തി പേഴ്സൺ എന്ന് പറയുന്നത് 120/80 mmHg ആണ്. Then B question, explain the two types of blood pressures indicates in the graph based on the direction of blood flow. അതായത് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഈ ഗ്രാഫിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് ടൈപ്പ് ബ്ലഡ് പ്രഷർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് സിസ്റ്റോളിക് പ്രഷറിനെയും ഡയസ്റ്റോളിക് പ്രഷറിനെയും എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ദ പ്രഷർ എക്സേർട്ടഡ് ഓൺ ദ വാൾസ് ഓഫ് ആർട്ടറീസ് വെൻ ഫ്ലോ ഔട്ട്സൈഡ് the heart by contraction of ventricles is known as systolic pressure. Then അടുത്തത്, when the blood enters the heart dials a low pressure felt in the arteries in this phase is known as diastolic pressure. Then അടുത്തത് 18ാമത്തെ ചോദ്യം, complete the illustration showing the transport of substances from the external environment to the cytoplasm appropriately. അതായത് യൂണിസെല്ലുലാർ ഓർഗാനിസംസ്, അനിമൽസ്, പ്ലാന്റ്സ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ് പറയുന്നത്? ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസസ് ആണ് ഫ്രം എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ടു സൈറ്റോപ്ലാസം. അപ്പോൾ ഇവിടെ യൂണിസെല്ലുലാർ കൊടുത്തിട്ടുണ്ട്. ഫ്രം എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ത്രൂ സെൽ മെമ്പറൈൻ ആണ്. അപ്പോൾ അനിമൽസിന് എങ്ങനെയാകും? സബ്സ്റ്റൻസസ് റിസീവ്ഡ് ഫ്രം എക്സ്റ്റേണൽ environment undergoes certain changes and reaches the extracellular fluid. From there it enters the cytoplasm through the cell membrane. ഓക്കെ, ഇനി അവിടെ ബി എന്ത് എഴുതണം? ബി എന്ന് പറയുന്നത് പ്ലാന്റ്സിൻ്റെ ഫ്രം വൺ സെൽ ടു അനദർ ത്രൂ പ്ലാസ്മ മെമ്പറൈൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ബി എന്ത് എഴുതണം? ത്രൂ ദ സെൽ വാൾ ആൻഡ് ത്രൂ എക്സ്ട്രാ സെല്ലുലാർ സ്പേസസ്. ദെൻ സിയുടെ അവിടെ എന്ത് എഴുതണം? ത്രൂ ദ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ കോൾഡ് പ്ലാസ്മോമെറ്റ ദാറ്റ് കണക്ട് അഡ്ജസൻറ്റ് സെൽസ്. Then 19ാമത്തെ ചോദ്യം, compare the digestive process in Hydra and amoeba based on the indicators given below. അതായത് ഹൈഡ്രയിലും അതുപോലെ തന്നെ അമീബയിലും നടക്കുന്ന ഡൈജസ്റ്റീവ് പ്രോസസ്സിനെ കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് അതായത് മീൻസ് ഓഫ് ഇൻജെക്ഷൻ, അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് പ്രോസസ്സ്, ഇജക്ഷൻ ഓഫ് ഡൈജസ്റ്റീവ് വേസ്റ്റസ്. അപ്പോൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്താ മീൻസ് ടു ഇൻജെക്ഷൻ എന്ന് പറയുന്നതിൽ അമീബയിൽ സുഡോപോഡിയയും അതുപോലെ ഹൈഡ്രയിൽ എന്താണ് ടെറ്റാക്കിൾസ് ആണ്. അതുപോലെ ഡൈജസ്റ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താ അമീബയിൽ ഇൻസൈഡ് ദ സെല്ലായിരിക്കും, ഹൈഡ്രയിൽ ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ് ദ സെൽ, എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ ആൻഡ് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ആയിരിക്കും. എന്നാൽ ഇജക്ഷൻ ഓഫ് ഡൈജസ്റ്റീവ് വേസ്റ്റസ് എന്ന് പറയുന്നത് അമീബയിൽ ത്രൂ ദ സെൽ സർഫസ് ആയിരിക്കും, ഹൈഡ്രയിൽ ത്രൂ ദ മൗത്ത് ആയിരിക്കും. 20ാമത്തെ ചോദ്യം, ഒബ്സർവ് ദ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് ട്യൂത്ത് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അതായത് ഇത് ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചറാണ് ട്യൂത്തിൻ്റെ. അതിൻ്റെ ഈ ചിത്രം നോക്കിയതിന് ശേഷം അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ Q and R.
അതായത് ഇതിൽ ക്യൂവും ആറും ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ക്യൂവും ആറും എന്താണ്? ക്യൂ എന്ന് പറയുന്നത് ഡെൻറ്റൈൻ ആണ്. അതുപോലെ തന്നെ ആർ എന്ന് പറയുന്നത് സിമെൻറ്റമാണ്. ദെൻ ബി ക്വസ്റ്റ്യൻ റൈറ്റ് എനി ടു പെക്യുലാരിറ്റീസ് ഓഫ് ദ പാർട്ട് ലേബിൾഡ് ആസ് പി. അതായത് പി എന്ന് പറഞ്ഞിട്ടുള്ള പാർട്ട് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ രണ്ട് പ്രത്യേകത പെക്യുലാരിറ്റീസ് എഴുതാനാണ്. അതെന്താണ്? ദ ഇന്നർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ ട്യൂത്ത് ഇൻ ദിസ് പാർട്ട് പൾപ്പ് ഈസ് സീൻ, ബ്ലഡ് വെസൽസ്, നെർവ്സ്, ഓഡോntoblasts, സെൽസ് എക്സെട്ര ആർ സീൻ. 21ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അതായത് ഇതൊരു ഡയഗ്രാം എന്താണെന്ന് നമുക്ക് മനസ്സിലായി, ഇതൊരു ഹാർട്ടിൻ്റെ ആണ്. ദെൻ എ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ നെയിം പാർട്ട് എ ബി സി ആൻഡ് ഡി. അതായത് ഇതിൽ എ ബി സി ഡി എന്ന് പറഞ്ഞിട്ടുള്ളത് ഏത് പാർട്ടാണെന്ന് മനസ്സിലായിട്ട് അതിൻ്റെ പേര് എഴുതാനാണ്. അപ്പോൾ നമുക്ക് എ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും എ സുപ്പീരിയർ വീനക്കാവയാണ്, ദെൻ ബി അറോട്ടയാണ്, ആൻഡ് സി ബൈകസ്പിക് വാൾവാണ്, ദെൻ ഡി ട്രൈകസ്പിക് വാൾവാണ്. Then how do blood vessels A and B differ in their functions? അതായത് എന്താണ് സുപ്പീരിയർ വീനക്കാരെയും അറോട്ടയും തമ്മിൽ എങ്ങനെയാണ് ബ്ലഡ് വെസൽസിൽ ഡിഫറൻ്റ് ആവുന്നത് അവരുടെ ഫങ്ഷൻസ് എന്നാണ്. അപ്പോൾ എന്താ എഴുതാം? എ ക്യാരി deoxygenated blood to the right atrium, then B carry oxygenated blood from the heart. Okay, then C question what is the function of part D? D എന്ന് പറയുന്നത് ട്രൈകസ്പിക് വാൾവ് ആണ്. അതായത് അതിൻ്റെ ഫങ്ഷൻ എന്താണ്? ഫങ്ഷൻ എന്ന് പറയുന്നത് allows blood to flow from the right atrium to right ventricles, then prevents the backward flow of the blood from the right ventricle to the right atrium. ഇനി 22ാമത്തെ ചോദ്യം സം ഹിൻസ് ഓൺ ഡൈജസ്റ്റീവ് ജ്യൂസസ് ആർ ഗിവൺ ഇൻ ദ ബോക്സ്, അനലൈസ് ഇറ്റ്, ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അതായത് താഴെ എന്താണ് ഡൈജസ്റ്റീവ് ജ്യൂസസിന് ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡൈജസ്റ്റീവ് ജ്യൂസ് എ ബി സി ഡി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹിൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹിൻസ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അത് ഏത് ഡൈജസ്റ്റീവ് ജ്യൂസ് ആണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പം ഹിൻസ് ആയിട്ട് കണ്ടെയ്ൻസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഡൈജസ്റ്റീവ് ജ്യൂസ് ഏതാണ്? ഗ്യാസ്ട്രിക് ജ്യൂസ് ആണ്. ദെൻ എൻസൈംസ് ആർ ആബ്സെൻറ്റ്. എൻസൈംസ് ഇല്ലാത്ത ഏത് ഡൈജസ്റ്റീവ് ജ്യൂസ് ആണ്? ഇൻഡസ്ട്രൈനൽ ജ്യൂസ് ആണ്. ദെൻ കണ്ടെയ്ൻസ് ദ എൻസൈം ഓഫ് ട്രിപ്സിൻ. ട്രിപ്സിൻ അടങ്ങിയിട്ടുള്ള എൻസൈം ഏതിലാണ്? ലിവറിലാണ്. ദെൻ പ്രൊഡ്യൂസ്ഡ് ഇൻ സ്മോൾ ഇൻഡസ്ട്രൈൻ പാൻക്രിയാസ്. ദെൻ എ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ നെയിംസ് ഓഫ് ഡൈജസ്റ്റീവ് ജ്യൂസ് എ ആൻഡ് ഡി. അതായത് എ ആൻഡ് ഡിയുടെ ഏതാണെന്ന് മനസ്സിലാക്കാനാണ് എയും ഡിയും. ഡൈജസ്റ്റീവ് ജ്യൂസ് എയും ഡിയും ഗ്യാസ്ട്രിക് ജ്യൂസും, അതുപോലെ തന്നെ ഡി ഏതാണ്? ഡി എന്ന് പറയുന്നത് പാൻക്രിയാസുമാണ്. Then B question write the names of glands that produce digestive juice B and C. എന്താണ്? liver, pancreas. Then C how does B help the digestion even through the enzymes are absent it? എങ്ങനെയാണ്? converts fat into small particles and regulate pH. Then D question write the functions of hydrochloric acid present in the digestive juice A. gastric juice ആണ്, destroy germs, regulate pH. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത് 23ാമത്തെ ചോദ്യം ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ റിലേറ്റഡ് ടു ദ ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അതായത് ഇവിടെ എന്താണ് പറയുന്നത്? അതായത് ഈ ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു ഇല്ലുസ്ട്രേഷൻ ആണ്. ഓക്കെ, ഇനി അതിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. എ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ പ്രോസസ് എ ആൻഡ് ബി. അതായത് ആദ്യത്തെ എയും അടുത്തത് ബിയുമാണ്. അപ്പോൾ ഈ ചിത്രം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇത് എന്തിൻ്റെ ട്രാൻസ്പോർട്ടാണ്? അതായത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടും ഡിഫ്യൂഷനുമാണ്. അതായത് എ എന്ന് പറയുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ബി എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ. ഇനി ബി ക്വസ്റ്റ്യൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ പ്രോസസ് എ ആൻഡ് ബി. അതായത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൻ്റെയും ഡിഫ്യൂഷനും തമ്മിലുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ആദ്യം ആക്റ്റീവ് ട്രാൻസ്പോർട്ട് നോക്കാം. മോളിക്യൂൾസ് ആർ അബ്സോർബ്ഡ് ഫ്രം എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ബൈ യൂട്ടിലൈസിങ് എനർജി വിത്ത് ദ ഹെൽപ്പ് ഓഫ് carrier protein. Then in diffusion B നോക്കുകയാണെങ്കിൽ the movement of molecules from an area of high concentration of molecules to an area of low concentration. This process does not need energy. Then C question write down the rule of X and Y in the process A. അതായത് എയിലുള്ള എക്സ് ആൻഡ് വൈ ആ ചിത്രത്തിൽ നോക്കി നമുക്ക് മനസ്സിലാകും എക്സും വൈയും ഉണ്ട്. അപ്പോൾ അതിൻ്റെ റോൾ എന്താണെന്നാണ് എഴുതേണ്ടത്.
അപ്പോൾ എക്സും വൈ നോക്കുകയാണെങ്കിൽ ആൻസർ നോക്കാം. മോളിക്യൂൾസ് ആർ അബ്സോർബ്ഡ് ഫ്രം എ റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ ടു എ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ബൈ യൂട്ടിലൈസിങ് എനർജി. എക്സ് എന്ന് പറയുന്നത് ATP ആണ്. ATP ആൻഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് carrier protein X facilitate the passage of molecules through cell membrane. Y എന്ന് പറയുന്നതും ATP ആണ്. ATP release energy for active transport. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളായിരുന്നു ഈ വർഷത്തെ ഓണപരീക്ഷയ്ക്ക് 9ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ബയോളജിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ 23 ചോദ്യങ്ങളുണ്ടായിരുന്നു. ആ 23 ചോദ്യങ്ങളുടെയും ചോദ്യങ്ങളും എല്ലാം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.